വിശദമായ വാർത്തയിലേക്ക്. വയനാട്ടിൽ കോൺഗ്രസിലെ പ്രതിസന്ധി തുടരുകയാണ്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിച്ചെന്ന ടി സിദ്ദിഖിന്റെ വാദം തള്ളി NM വിജയന്റെ മരുമകൾ പത്മജ രംഗത്തെത്തി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പത്മജയെ CPM നേതാവ് MB ജയരാജൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തിന്റെ വീട് പ്രിയങ്ക ഗാന്ധിയടക്കം പ്രധാന നേതാക്കൾ സന്ദർശിക്കാനെത്തിയത് CPM ആയുധമാക്കി. ജോസിന്റെ വീട്ടിൽ പോകാൻ നേതാക്കൾക്ക് ധൈര്യമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. സണ്ണി ജോസഫ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു കരാറേ ഉണ്ടാക്കിയിട്ടില്ലാന്ന്. അപ്പൊ സിദ്ദീഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കി. ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. എനിക്ക് 20 ലക്ഷം രൂപ ബിസിനസ്സിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിട്ടില്ല. ഞാൻ ബിസിനസ് തുടങ്ങിയത് PMEGP ലോൺ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ആർക്കും എവിടെ വേണമെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യമാണ്. പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് അവരെ വിളിച്ച് ഇത്രയും ദിവസമായിട്ടും ആ ബില്ല് അടച്ചിട്ടില്ല. അതിന് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ സിദ്ദീഖ് ഇടപെട്ടിരുന്നെങ്കിൽ മിംസ് ഹോസ്പിറ്റലിൽ എന്തിനായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ലാസ്റ്റ് കിട്ടാവുന്ന 5 ലക്ഷം രൂപയെന്ന് കുറച്ച് പൈസ മാത്രമാണ് ചോദിച്ചത്. ഒരു ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ പോലും ആയിട്ടും അവരത് തന്നിട്ടില്ല. എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യമാണ് വീടിന്റെ പട്ടയം എടുത്തു തരും, പിന്നെ ഈ 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപയും കൂടെ ഇനി ക്യാഷ് ആയിട്ട് തരും എന്നുള്ളത്. അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ചതിയുടെയും ഗ്രൂപ്പ് തർക്കത്തിന്റെയും പര്യായമായി കോൺഗ്രസ് മാറി. ഇത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കോൺഗ്രസ് അല്ല, തട്ടിപ്പുകാരുടെ സംഘമായ ഒരു കോൺഗ്രസാണ്. ഇതിനെതിരായ പ്രതിഷേധം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വരും. ജോസ് നെല്ലേടത്തിന്റെ മൃതശരീരം സന്ദർശിക്കാൻ പോലും ജില്ലയിലുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായില്ല എന്നത് കോൺഗ്രസ് എത്രമാത്രം ക്രൂരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും വയനാടിന്റെ MP കൂടിയായ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് പ്രിയങ്ക വാദ്ര ആ വീട്ടിലെത്താനോ ഭൗതിക ശരീരം കാണാനോ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നത് പ്രവർത്തകരുടെ ജീവൻ ഒരു വിലയും നേതാക്കന്മാർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കന്മാർ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും ആ വീട്ടിലെത്താനോ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി എത്തിച്ചേരാനോ തയ്യാറായില്ല എന്നത് ഒരു വിലയും തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ശ്രീമതി പത്മജ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മറുപടിയുണ്ടോ?